ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഡേ 1 റിവ്യൂ പറയുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ കാണുമ്പം എങ്ങനെയൊക്കെ ഓരോ കണ്ടസ്റ്റൻസ് പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നു, ഇന്നത്തെ വിന്നറെ നിങ്ങൾ കണ്ട് പഠിക്കാനേ പാടില്ല എന്നതാണ്. പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടെ ബിഗ് ബോസിൻ്റെ അകത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ബിഗ് ബോസ് ദ റിയാലിറ്റി ഷോ എന്ന് മാറ്റിയിട്ട് ബിഗ് ബോസ് ദ ഡ്രാമ ഷോ എന്നോ ദ സീരിയൽ ഷോ എന്നോ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും എന്ന് തോന്നി. ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിന്നർ ആവേണ്ടിയിരുന്നത് റിയലായിട്ട് കളിച്ച ജെനുവിനായിട്ട് കളിച്ച അക്ബറോ നെവിനോ ആണ്. അല്ലാതെ പഠിച്ച് ഒരു വരയിൽ കൂടെ പോകുന്ന അനീഷോ ഡ്രാമ കാണിച്ച് നടക്കുന്ന അനുമോളോ ഷാനവാസോ അല്ല. ഈവൻ അനീഷോ ഷാനവാസോ വിന്നർ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. അനീഷ് ഒരു സ്ട്രാറ്റജി പിടിച്ചു വന്നതാണ്, അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അക്ബറൊക്കെ നേർക്ക് നേർ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബെബ്ബ അടിക്കുന്ന അനീഷിനെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഷാനവാസ് ആയിക്കോട്ടെ മാനിപ്പുലേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അക്ബറിലേക്ക് ആദിലേനെയും നൂറേനെയും തിരിച്ചു വിട്ടത് ഷാനവാസ് ആണ്. പിന്നെ കൂടാതെ ലാലേട്ടൻ വലിച്ചു കീറുമെന്ന് പറഞ്ഞ മെഡിസിൻ കാർഡ്, പെങ്ങളൂട്ടി കാർഡ്, ഫ്രണ്ട്ഷിപ്പ് കാർഡ് എല്ലാം എടുത്തിട്ടുണ്ട്. സോ അവർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഇത് അനുമോൾക്ക് കിട്ടിയത്, ഇത്രയും ക്യാരക്ടർലെസ് പേഴ്സണ് കിട്ടിയതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ വിന്നറെ കണ്ട് പഠിക്കാൻ ഒന്നുമില്ല എന്നത് മാത്രമാണ്. ഇതൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ മലയാളികൾ എവിടെ പുരോഗമിച്ചു എന്നാണ് പറയുന്നത്? മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയും. കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് മലയാളികളെ ഈ ബിഗ് ബോസ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ജിൻഡോ, ഇപ്രാവശ്യത്തെ വിന്നർ അനുമോൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 സീസണിലെയും വിന്നർ എന്ന് പറയുന്ന വ്യക്തി വിനു എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. വിനു ആരാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അനുമോളുടെയും ജിൻഡോൻ്റെയും PR. ഒരു ഷോയുടെ നിലവാരം കുറയുന്നത് അവിടുത്തെ നല്ല കണ്ടസ്റ്റൻസിൻ്റെ തോൽവിയല്ല. ഇത് ഞാൻ പറയുന്നത് നെവിനെയും അക്ബറിനെയും കുറിച്ചാണ്. ചില സിനിമകളിൽ നമുക്ക് ഹീറോയേക്കാൾ ഇഷ്ടം വില്ലനെ ആയിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഞാൻ അക്ബറിനെ. അങ്ങനെ ആദ്യം തന്നെ നെവിനും അക്ബറും പോയപ്പോൾ മനസ്സിലായി ഈ ഷോയുടെ പാത ഒരു സീരിയൽ പാതയാണ് എന്ന്. അതിനുശേഷം പിന്നെ ആ വോട്ടിംഗ് കണ്ടപ്പം എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങി. ഓരോ ആഴ്ചയിലെ വോട്ടുകളുടെ ബേസിസിലും ഈ കഴിഞ്ഞ 100 ദിവസത്തെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി വിന്നറാണ് ബിഗ് ബോസിന് തന്നെ വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 7ന്റെ പണിയായിട്ട് ഡ്രസ്സ് കിട്ടാതിരിക്കുകയും കോസ്മെറ്റിക് ഐറ്റംസ് കിട്ടാതിരിക്കുകയും ചെയ്തപ്പം ആദ്യം തന്നെ അടിപൊട്ടിയത് സ്ത്രീകളിലാണ്. ജിസൈൽ അനുമോൾ ഇഷ്യൂ ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അറിഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട്. ഷാനവാസ് പെങ്ങളൂട്ടി കാർഡ് ഇറക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ സീരിയൽ കാണുന്നവരൊക്കെ അനുമോളുടെ കരച്ചിലും അനീഷിൻ്റെ ഒറ്റപ്പെടലും ഷാനവാസിൻ്റെ പെങ്ങളൂട്ടി കാർഡും പിന്നെ ഷാനവാസിന് ഓൾറെഡി ഫെയിം ഉണ്ട് സീരിയലിൽ, അതൊക്കെ വെച്ചിട്ട് സീരിയൽ പ്രേക്ഷകർക്ക് തള്ളിക്കേറി വന്നിട്ട് ബിഗ് ബോസ് ഷോയെ കുളമാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ വോട്ടിംഗ് സ്റ്റാറ്റസ് അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 10-60 ദിവസം കഴിഞ്ഞപ്പോൾ അനുമോളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സദാചാരവും മറ്റുള്ളവരെ കുറ്റം പറയുക, താറടിക്കുക, ബോഡി ഷെയിം ചെയ്യുക എന്നതായിരുന്നു. അത് വെളുപ്പിച്ചെടുക്കാൻ PR ഉള്ളത് കൊണ്ട് മാത്രം കപ്പടിച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുമോളെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ സീരിയൽ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം കാരണവും PR-ന്റെ ഇൻഫ്ലുവൻസ് കാരണവും അക്ബറിനെയും നെവിനെയും ആരും കാണാതെ പോവുകയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്ബറിന് PR ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വീഡിയോസ് കട്ട് ചെയ്തിരുന്ന ഫ്രണ്ട്സ്. പക്ഷേ അനുമോളുടെ PR അങ്ങനെയല്ല. ബാക്കിയുള്ള ആൾക്കാരെ താറടിക്കാൻ കൂടി അനുമോളുടെ PR ശ്രമിച്ചിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ദ റിയൽ വിന്നറായിട്ട് അനുമോൾ ആയിക്കോട്ടെ അനീഷ് മാറുകയും ചെയ്യും, ദ റിയൽ വിന്നറായിട്ട് നെവിനും അക്ബറും മാറുകയും ചെയ്യും. ഇനി ഒരു പ്രേക്ഷക എഴുതിയൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ലക്ഷ്മീസ് 5847 എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്, അനുമോളെ കുറിച്ചാണ്. സൂര്യനെ വണങ്ങുന്നത് ആളുകളെ പറ്റിക്കാനാണ്, ഭക്തി കൊണ്ടല്ല. ഭക്തിയുള്ളവർ മറ്റുള്ളവരെ ശപിക്കില്ല, അവഹേളിക്കില്ല, വ്യക്തിഹത്യ നടത്തില്ല, കള്ളം പറയില്ല, കണ്ട പുരുഷന്മാരുടെ മുഖത്ത് നോക്കി പ്രേമനാടകം നടത്തി പറ്റിക്കില്ല, പരദൂഷണം പറയില്ല, അസൂയ, കുശുമ്പ്, സ്വയം പുകഴ്ത്തൽ, ഭക്ഷണത്തിനു കണക്കു പറയൽ, മോങ്ങൽ നാടകം, കൂടെയുള്ളവരെ ശപിക്കുക, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ദുഷ്ട സ്വഭാവം ഒന്നും കാണിക്കില്ല. ഈ ദുർഗുണങ്ങൾ അനുമോൾക്കുണ്ട്, എല്ലാവരും കാണുകയും ചെയ്തു. എന്നിട്ടും ഇവൾക്ക് വോട്ട് കിട്ടുന്നു എങ്കിൽ സൂക്ഷിക്കുക, ഇത്തരക്കാർ സമൂഹത്തിൽ കൂടുതലാണ് എന്നതിൻ്റെ സൂചനയാണിത്. പിന്നെ പറയുന്നതാണ് പ്രധാനമായ കാര്യം. പിന്നെ വോട്ട് ചെയ്തത് ബംഗാളികളാണെങ്കിലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാളികളല്ല, PR-കൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. സോ ഇതാണ് എനിക്ക് അനുമോളെക്കുറിച്ച് എക്സാക്റ്റ് ആയിട്ട് പറയാനുള്ളത്. സോ ഈ പ്രാവശ്യത്തെ വിന്നറെ കണ്ട് നമ്മൾ ആരും പഠിക്കേണ്ടതില്ല, പഠിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത്, ഞാൻ തമിഴ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളോട് റിവ്യൂ പറയുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നറിഞ്ഞാൽ എനിക്ക് കൊള്ളാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ബൈ ബൈ.